സീസൺ 6 രാജാവായി അങ്ങനെ ജിൻഡോ കപ്പുയർത്തും എന്നതിൽ 100% ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വോട്ടിങ്ങിൽ ജിൻഡോ തന്നെയാണ് മുന്നിൽ. അതിൽ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഷോ കൊണ്ടുപോയിരുന്നത് ജാസ്മിനാണ്. ജാസ്മിൻ 3-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ വളരെയധികം വിഷമമുണ്ട്. കാരണം ഈ ഒരു ഷോ തുടങ്ങിയപ്പോൾ മുതൽ എൻഡിങ് വരെ ജാസ്മിനാണ് ഈ ഷോ കൊണ്ടുപോയത്. കണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിലും കോമഡി ആണെന്നുണ്ടെങ്കിലും ഗെയിംസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ജാസ്മിൻ. പക്ഷെ ഒരുപാട് നെഗറ്റീവുകൾ കൊണ്ടായിരിക്കാം ജാസ്മിൻ ഇപ്പോൾ 3-ാം സ്ഥാനത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ ഏറ്റവും കൂടുതൽ ജാസ്മിന്റെ കാര്യങ്ങളാണ് പുറത്തു വിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ യൂട്യൂബിലെല്ലാം ജാസ്മിൻ തംബ്നെയിൽസിനാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ളത്. ആ ഒരു വ്യക്തി 3-ാം സ്ഥാനത്തേക്ക് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിഷമമാണ്. ഇപ്പോൾ ജിൻഡോ കപ്പ് ഉയർത്താൻ യോഗ്യൻ തന്നെയാണ്. കാരണം ഒറ്റയ്ക്ക് ഒരു കോംബോയും ഇല്ലാതെ ഒറ്റയ്ക്ക് കളിച്ച് വന്ന ഒരാളാണ് ജിൻഡോ. ജാസ്മിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗബ്രി എന്നൊരു കോംബോ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 1000% കപ്പടിക്കാൻ യോഗ്യതയുള്ള ആളായിരുന്നു ജാസ്മിൻ. സീസൺ 6 പ്രത്യേകത രാജാവ് മാത്രമല്ല ഒരു രാജ്ഞിയും ഉണ്ട് എന്നതാണ്. അപ്പം അതിൽ ജിൻഡോയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ വളരെ ക്ഷമയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. എങ്കിൽ ജാസ്മിൻ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ജിൻഡോയുടെ ക്ഷമ കണ്ട് നമ്മളെല്ലാവരും ഞെട്ടിയിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ പൊട്ടിത്തെറി കണ്ടിട്ടായിരിക്കും നമ്മളെല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവുക. അതിൽ ജാസ്മിന് നേർക്ക് നേർ നിന്ന് പയറ്റിയിട്ടുള്ള ഒരേ ഒരു വ്യക്തിയുള്ളൂ ജിൻഡോ. ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ ജിൻഡോ, റോക്കി, രതീഷ് അങ്ങനെയുള്ള എല്ലാവരോടും തിരിച്ചു നിന്ന് വളരെ ശക്തമായി പോരാടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജാസ്മിൻ. ജിൻഡോ ഈ 2 പേരുകളിലായിരിക്കും ബിഗ് ബോസ് ഇനി അറിയപ്പെടാൻ പോകുന്നത്. ജിൻഡോ ജാസ്മിൻ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു സീൻ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ജിൻഡോ, ജാസ്മിൻ ഈ 2 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ബിഗ് ബോസിലെ ടോപ്പ് 5 വന്നിട്ടുള്ള അഭിഷേക്, ഋഷി, അർജുൻ, ജിൻഡോ, ജാസ്മിൻ ഈ 5 പേരും ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ്. ഇതിൽ ഋഷിയുടെ പേര് പലയിടത്തും പറഞ്ഞ് കേൾക്കുന്നതേയില്ല. ഋഷി ഒരിക്കലും കപ്പ് വാങ്ങില്ല എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ജിൻഡോ, ജാസ്മിൻ, അർജുൻ ഈ 3 പേരുകൾ മാത്രമാണ് എല്ലാവരും പറയുന്നുള്ളൂ. ഋഷി എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ സീസൺ 6 ടോപ്പ് 5 എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയധികം സപ്പോർട്ടും സ്നേഹവും കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഋഷി എത്തിയിട്ടുണ്ടാകുക. അതുപോലെ നമ്മുടെ അഭിഷേക് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു. അഭിഷേക് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ നല്ലൊരു ഗെയിം പ്ലെയറും കൂടിയായിരുന്നു അഭിഷേക്. പക്ഷേ നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 ആദ്യം മുതൽ ഒറ്റയ്ക്ക് കളിച്ചു വന്ന രാജാവ് നമ്മുടെ ജിൻഡപ്പൻ മല്ലയ്യ തന്നെയായി. അർജുനും ഡിസേർവിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് തന്നെയാണ്. പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് അർജുൻ ഒരു സേഫ് ഗെയിമർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പലയിടങ്ങളിലും അർജുൻ മിണ്ടാതെ നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഗെയിമിലാണെന്നുണ്ടെങ്കിലും എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അർജുൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പറയേണ്ടടുത്ത് മാത്രമാണ് അർജുൻ അങ്ങനെ ശബ്ദമുയർത്തി കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പിന് അർഹമായിട്ടുള്ള ജിൻഡപ്പനാണെന്നാണ് ഈ പറയാൻ കഴിഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ജിൻഡോയ്ക്ക് കൺഗ്രാജുലേഷൻ. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഗ്രാൻഡ് ഫിനാലെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഇനി നാളെ അങ്ങോട്ട് ബിഗ് ബോസിൻ്റെ ഒരു കാര്യങ്ങളും ഇല്ല, ബിഗ് ബോസ് ഷോ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റന്റിനും ബെസ്റ്റ് വിഷസ്. ഒരു ദിവസമായിക്കോട്ടെ 2 ദിവസമായിക്കോട്ടെ ആ വീട്ടിൽ അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ അവരുടെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്.